ഞാൻ ചെയ്തെടുത്ത ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണിത്. ഇതൊക്കെ ഈ ബെഡ്ഷീറ്റിൽ പില്ലോ കവറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്തെടുത്തൊരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണിത്. അപ്പോൾ ഇതിങ്ങനെ ബോർഡറിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഓരോ കളർ നൂലെടുത്തിട്ടാണ് താഴെ ലൈനിൽ 3 പിന്നെ മുകളിൽ 2 പിന്നെ മുകളിൽ 1, അങ്ങനെ 3, 2, 1. അപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ കാണിച്ചു തരുന്നത്. ഞാൻ നീല കളറുള്ള നൂല് 3 സ്റ്റാൻസിൽ എടുത്തിട്ടുണ്ട്. അവിടെ കണ്ടോ, ഇവിടെ ഞാനൊരു ചിത്രം വരച്ച് വെച്ച് കാണുന്നുണ്ട്, ഒരു റൗണ്ടിൽ 3 കോർണറിലായിട്ട്. അപ്പോൾ അതവിടെ അങ്ങനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ഈ ലൈനുണ്ടല്ലോ, ഒന്നും കൂടെ ക്ലിയർ ആക്കി വരച്ച് തരാം. നല്ല വരുമല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ ഈ ലൈനിൻ്റെ നടുക്കത്തെ ലൈനിന് നോക്കുക. ഈ നടുക്കത്തെ ലൈനിൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങനെ സൂചി കുത്തിയെടുക്കുക. ഒരു വി മാതിരി ഉണ്ടാക്കണം, അവിടെ അങ്ങനെ എടുക്കുക. ഇനി ഇതാ ഒരു വി. അങ്ങനെ വന്നു, കണ്ടോ, ഈ ഡിസൈൻ കണ്ടില്ലേ. ഈ വന്നു കഴിഞ്ഞാൽ നടുക്കിലേക്ക് കുത്തിക്കൊണ്ട് നടുഭാഗത്ത് കുത്തിയിട്ട് അങ്ങനെ എടുക്കുക. ഒരു ബോർഡർ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിലേക്ക് കുത്തി കൊടുക്കുക. ഇനി അടുത്ത ക്രോസിൽ വരുന്നത് അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ക്രോസ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രോസ് ആയിട്ട് ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ നടുക്കുന്ന അടുത്തതിൻ്റെ മുകളിൽ അടുത്തത് അതേമാതിരി. ഇത് അതേമാതിരി വന്ന് കണ്ടു. ഇനി ഇതേമാതിരി ഓരോന്നും ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായി മഞ്ഞ നൂലുകൊണ്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക, ലേസി ഡേസി സ്റ്റിച്ച് എടുക്കുന്നത്. ഈ നടുക്കിൽ കുത്തിയെടുക്കണം. നമ്മൾ ലേസി ഡേസി ചെയ്യില്ല, അതേമാതിരി ചെയിൻ സ്റ്റിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേമാതിരി ഒരു ചെയിൻ ഇടുക. ഇത് അടുത്ത് ചെയ്യുന്നതാ.
ഇതേമാതിരി ഓരോന്നിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ലേസി ചെയ്തെടുക്കണം. അങ്ങനെ കണ്ടു. ഇതിന് ഓരോന്നിനുള്ളിൽ ഇതേമാതിരി ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനിൻ്റെ വർക്ക് ഇതേപോലെ കഴിഞ്ഞ് ഈ ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും.